ഹോ, എനിക്കും കിട്ടി 2500. എനിക്കും 2500 വന്നിട്ടുണ്ടല്ലോ. എനക്കും വന്നല്ല 500. എനക്കും ഒരു 500 വന്നിട്ടുണ്ടല്ലോ. ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അതായത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വാഹനം ഉണ്ടാകുമല്ലോ, നിങ്ങളുടെ ഏട്ടനെ ഇനി മറതോ മറ്റോ ഏതെങ്കിലും ഒരു ബൈക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുമല്ലോ. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാഹനം ഉണ്ടാകുമല്ലോ. നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എത്രത്തോളം നിങ്ങൾക്ക് ഫൈൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്തിനാണ് നിങ്ങൾക്ക് ഫൈൻ വന്നിട്ടുള്ളത്, അത് ഫോട്ടോ സഹിതം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് പേയ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനും സാധിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. IND ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു തമ്പനയിൽ കാണാൻ സാധിക്കും. നിങ്ങളും വെറുതെ ഒന്ന് ചെക്ക് ചെയ്തോളൂ, പണി പാളിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. വല്ലാത്ത ചതിയായിപ്പോയി എന്ന ഈ ഒരു തമ്പനയിൽ ഇവിടെ കുറച്ച് താഴെ നിങ്ങൾക്ക് റീഡ് മോർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈറ്റ് ലിങ്ക് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു തമ്പനയിൽ കാണുന്നില്ല എങ്കിൽ ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലേക്ക് വരിക. മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻസ് ഇടതുവശത്ത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കിട്ടും. അവിടെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ചെക്ക് ഫൈൻ എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു തമ്പനയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഇവിടെ റീഡ് മോർ എന്ന ഓറഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ സൈറ്റ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ വെഹിക്കിൾ നമ്പർ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് വണ്ടിയുടേതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇവിടെ സ്പേസ് ഇടാതെ എൻ്റർ ചെയ്യണം കേട്ടോ. എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ച ഇവിടെ തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്പേഴ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും കാണാൻ സാധിക്കും. അത് അതേപടി തന്നെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യണം, തെറ്റാതെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഗെറ്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളുടെ വണ്ടിക്ക് എത്രത്തോളം വയലേഷൻ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ വണ്ടിക്ക് 2 വയലേഷൻ വന്നിട്ടുണ്ട്, ഒരു 500 രൂപയും ഒരു 250 രൂപയും. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഏത് ഡേറ്റിലാണ് വന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ പ്രിൻ്ററിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം നമുക്കിത് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ, ഇപ്പോൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി എന്തിനാണ് നിങ്ങൾക്ക് ഫൈൻ ചുമത്തപ്പെട്ടത് എന്ന് ഇവിടെ ചുമത്തിയ കുറ്റങ്ങൾ എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. റിയർ വ്യൂ മിറർ നോട്ട് ഫിറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അതിന് മാത്രം 500 രൂപയാണ് ഇവർ ഈടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു വണ്ടി നമ്പർ ഇവിടെ ചെക്ക് ചെയ്യാണ്. അതായത് ഫൈൻ ഇല്ലാത്ത വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത് അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ വേറൊരു വണ്ടി നമ്പർ, ഇതിന് ഫൈൻ ഇല്ലാത്തതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ആ വണ്ടി നമ്പർ എൻ്റർ ചെയ്തു. അതിൻ്റെ ക്യാപ്ച ഒരിക്കലും തെറ്റരുത്. ഇനി വണ്ടി നമ്പർ തെറ്റിയിട്ടുണ്ടെങ്കിലും ക്യാപ്ച തെറ്റിയിട്ടുണ്ടെങ്കിലും അത് തെറ്റിയിട്ടുണ്ട് എന്നുള്ള പോപ്പപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഓക്കെ, കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ ഇല്ല എങ്കിൽ ഇവിടെ ഗെറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ചെല്ലാൻ സ്റ്റാറ്റസ് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വണ്ടി നമ്പർ എത്ര വണ്ടി ഉണ്ടെങ്കിലും ആ വണ്ടി നമ്പറൊക്കെ ഈ ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക എത്രത്തോളം ഫൈൻ വന്നിട്ടുണ്ട്. ഇനി ഫൈൻ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.